ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്നൊരു യാത്രേൻ്റെ വീഡിയോ ആണ്. ഞങ്ങളൊരു 10 പേര് തിരുവനന്തപുരം വരെ പോയി. ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭ സ്വാമി ക്ഷേത്രം, വേറൊരു ഗണപതി ക്ഷേത്രം, അത്രയും ക്ഷേത്രങ്ങളിൽ ഉള്ള യാത്രയായിരുന്നു. പിന്നെ മ്യൂസിയം, സൂ അതൊക്കെ കാണാൻ പോയി. കുറച്ച് പ്രായമുള്ളവരും പിന്നെ എൻ്റെ ഏജ് അങ്ങനെയുള്ള ഒരു എല്ലാ ഏജിലുള്ള ആൾക്കാരായിരുന്നു നമ്മൾ യാത്ര. രാവിലെ പരശുറാം എക്സ്പ്രസ്സിലാണ് പോയത്. നല്ല തിരക്കായിരുന്നു. എന്നാലും നമ്മൾ സീറ്റ് റിസർവ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. എന്നാലും തിരുവനന്തപുരത്തൊക്കെ യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ല സുഖം രാത്രി പോകുന്നതാണ്. കാരണം പകൽ ഇരുന്നിട്ട് ഉള്ള യാത്ര ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. പ്രായമുള്ളവർക്കെല്ലാം ഇരുന്നിട്ടുള്ള യാത്ര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. രാത്രിയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, നമ്മൾ കിടന്നിട്ട് പോകാമല്ലോ. അപ്പോൾ അങ്ങ് എത്തുന്നതും തിരിയില്ല, ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തിയത് ഏകദേശം സന്ധ്യയായിരുന്നു. 7 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും പോയില്ല. അന്ന് നല്ല ക്ഷീണം പിടിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞങ്ങൾ തിരുവനന്തപുരം തന്നെ ഒരു തട്ടുകട ഫുഡാണ് കഴിച്ചത്. ദോശയും ചട്നിയും ചമ്മന്തിയും അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. അന്ന് പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ല. PWDയുടെ റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിച്ചത്. നാട്ടിലുള്ള ഏട്ടൻ തന്നെ നമുക്ക് അവിടെ സ്ഥലമാക്കി തന്നതാണ്. ഇവിടെ തട്ടുകട ദോശ എന്ന് വെച്ചാൽ ലൈവായിട്ട് ദോശ ചുട്ട് അത് നമുക്ക് കൈയോടെ തരുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഇവിടെ നമ്മൾ താമസിച്ചത് അവിടെ ഓൾഡ് ബ്ലോക്കും ഉണ്ട്, ന്യൂ ബ്ലോക്കും ഉണ്ട്. ഞങ്ങൾക്ക് 10 പേരുള്ളതുകൊണ്ട് ഓൾഡ് ബ്ലോക്കിലും ഒരു റൂം എടുത്തു, ന്യൂ ബ്ലോക്കിലും ഞങ്ങൾക്ക് റൂമുണ്ടായിരുന്നു. ഒരു ഏജ് പ്രായമായവരാണെങ്കിലും നല്ല വൈബുള്ള ടീമാണ്. നല്ല ജോലിയും ആ ദിവസം പോകുന്നതറിയില്ല. എല്ലാവരും നമ്മൾ തമാശ പറയുന്ന കൂട്ടത്തിലുള്ളവരാണ്. ആ ദിവസം ഉറക്കമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ ദിവസം നമ്മൾ ശരിക്കും ടൈം അങ്ങനെ പോയിക്കോ ചെയ്യുക. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഗണപതി ക്ഷേത്രത്തിലാണ് ആദ്യം തന്നെ പോയത്. ക്ഷേത്രത്തിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. പ്രത്യേക നല്ല രസമായിരുന്നു, ലൈറ്റും പഴത്തിരൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. ഓട്ടോ പിടിച്ചാണ് പോയത്. 3 ഓട്ടോ പിടിച്ചിട്ട് പോയി. നമ്മളെ യാത്രയ്ക്ക് കൂടുതൽ ഓട്ടോ തന്നെയായിരുന്നു. കുറച്ച് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. പക്ഷേ എന്നാലും പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് നടന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് തന്നെ പോയത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും സെറ്റ് സാരിയെല്ലാം എടുത്തിട്ട് കാണാൻ തന്നെ നല്ല ഐശ്വര്യമായിരുന്നു.
കോലൊക്കെ വരഞ്ഞ് നല്ല രസമാണ് അവിടെയുള്ള മുറ്റമൊക്കെ കാണാൻ. ഞാനും ആളും കൂടി ഒന്ന് നടന്നിട്ട് വന്നു അവിടെ ഇവിടെയൊക്കെ. കോലോടുന്ന് കണ്ട നല്ല രസമല്ലേ കാണാൻ. ആറ്റുകാൽ അല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമാണ്, വലിയ കുളമാണ്. ഞാനും ആളും കൂടി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും അങ്ങനെ നടന്ന് കളിച്ചു ഇവിടുന്നൊക്കെ. ഇവിടെ അങ്ങനെ വലിയ ഈ എന്താ പറയുക, ഈ വളയും മാലയെല്ലാം വെക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇവിടെ, കുറവാണ്. അങ്ങനെ പറശ്ശിനിക്കടവ് പോലെയൊന്നും ഇവിടെ ഇല്ല. ചെറിയ 2-3 ഷോപ്പ് അത്രയേ ഉള്ളൂ. ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇതുപോലത്തെ അലങ്കാര വസ്തുക്കൾ അതൊക്കെ ഒറ്റൊരു കടയേ ഉള്ളൂ, അങ്ങനെ വലിയ പ്രത്യേകിച്ച് കടകളൊന്നുമില്ല. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇവിടുന്ന് നടന്ന് കളിക്കുന്നതാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത്ര തന്നെ. പിന്നെ നമ്മൾ പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. പിന്നെ നമ്മൾ നഗരസഭാ മന്ദിരത്തിൽ പോയി, അങ്ങനെ 2-3 സ്ഥലത്ത് പോയി. നമ്മൾ ഏറ്റവും നമുക്ക് സ്പീക്കർ കാണാൻ പറ്റി, അതന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചെറിയ ക്ലിപ്പ് ഇവിടെ ഇടുന്നുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങൾ, അത് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ സ്പീക്കർ കാണാൻ പോയിന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സ്പീക്കർ ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ ലഞ്ച് പ്രത്യേക ഇതിൽ പ്രകാരം നമുക്ക് ലഞ്ചൊക്കെ കിട്ടി. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ലഞ്ച് കഴിച്ചത് അവിടെ നിന്നായിരുന്നു. ഞങ്ങൾ നഗരസഭാ മന്ദിരത്തിൻ്റെ ഉള്ളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് അവിടെ ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അത് കാണിച്ചു തരികയൊക്കെ ചെയ്തു. അതൊരു ഭാഗ്യമല്ലേ നഗരസഭാ മന്ദിരം കാണാൻ. അതൊക്കെ സ്പീക്കറിൻ്റെ അനുമതിയോടുകൂടി നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ അടുത്തടുത്ത തിരുവനന്തപുരത്തിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വേറെയും കാണുന്നുണ്ട്, ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ. അവിടെയൊക്കെ എന്തൊക്കെയോ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ളിലൊന്നും കയറിയില്ല. സൂ പോയിട്ട് ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല, എന്നാലും ഇല്ലാണ്ടില്ല. സിംഹവും പുലിയും അതുപോലത്തെ കുറേ ഉണ്ട്. പിന്നെ കുറേ മാൻ അതുപോലത്തെ ഇല്ലാണ്ടില്ല, എന്നാലും ഉണ്ട്. പിന്നെ മ്യൂസിയത്തിലും അതുപോലെ കുറേ പഴയ മൃഗങ്ങളെ അങ്ങനെ എല്ലും അതുപോലത്തെ സംഭവമെല്ലാം ഉണ്ട്.
സ്പീക്കറിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ ഫോട്ടോ, ആറ്റുകാൽ പോയ ഫോട്ടോ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. താങ്ക് യു. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.